ആ ജോയിനിങ് റിപ്പോർട്ട് അയച്ചിട്ടുണ്ട്. ഓ, ലൈബ്രറി നോക്കി. വളരെ മോശമാണല്ലോ സാർ. ഗ്രാൻഡ് അത്രയ്ക്കേ കിട്ടുന്നുള്ളൂ. ഞാൻ ലിസ്റ്റ് നോക്കി. കൊള്ളാവുന്ന ഒറ്റ പുസ്തകം 4 കൊല്ലത്തിനടയ്ക്ക് വാങ്ങിയിട്ടില്ല. നോക്കിയേ, മാഷ് രാഷ്ട്രീയത്തിലുണ്ടായിരുന്നൊക്കെ ഞാനും കേട്ടു. സ്കൂൾ തുറക്കുമ്പോ എന്ത് സമരാ തുടങ്ങേണ്ടതെന്ന് നോക്കി കാത്തിരിക്കുക ചെക്കന്മാര്. അതില്ല ഇതില്ല എന്നും കൊട്ടിഘോഷിക്കാൻ നിൽക്കണ്ട. എന്റെ ആവശ്യത്തിന് വല്ല പുസ്തകം ഉണ്ടോ എന്ന് നോക്കി പോയതാണ്. പിന്നെ സമരം ചെയ്തും ചെയ്യിപ്പിച്ചും മടുത്ത് മതിയാക്കി വന്നതാണ് സാർ വീണ്ടും മതേര പണിക്ക്. മനക്കിലെ 10,000 കിട്ടി. പൊളിക്കാൻ കരാറാക്കിയതാണ്. കുംഭമീനമായിട്ട് പൊളിക്കുന്നു സുലൈമാൻ പറഞ്ഞു. എവിടെയാ മാഷേ ക്യാമ്പ്? തിരുമേനിയുടെ 10,000. കുടുംബം ഇല്ലാത്ത സ്ഥിതിക്ക് ദുഷ്ചെലവല്ലേ മാഷേ? ഡ്രിൽ മാഷ ലോഡ്ജിലെ സുഖല്ലേ? ചീട്ടുകളിൽ എനിക്കൊരു ഇൻട്രസ്റ്റും ഇല്ല. ഒറ്റയ്ക്കാലും വല്ലതും വായിക്കാം. 10,000. ആ എനിക്കറിയാം. കാലത്ത് ഒരു 10-20 ആൾക്ക് സുഖമായിട്ട് ട്യൂഷൻ എടുക്കാം. അങ്ങനെ വല്ല നോട്ടമുണ്ടോ? ഏയ്, സൗകര്യപ്പെട്ടാൽ MA പ്രിപ്പയർ ചെയ്യണമെന്നുണ്ട്. സ്ഥലം കിട്ടിയ സ്ഥിതിക്ക് ഇനി ഒരു കുടുംബം ഉണ്ടാക്കുകയും ചെയ്യാല്ലേ. നോക്കണമെങ്കിൽ പറഞ്ഞാൽ മതി. ജ്യോതിഷമുണ്ട് മാധവ മാഷക്ക്. നല്ല പ്രാക്ടീസാ. സൈഡ് ബിസിനസ്സില്ലാത്ത ഇവിടെ കുറവാ. അപ്പുക്കുട്ടൻ മാഷക്ക് ഹോമിയോപ്പതി. അത് നല്ല പ്രാക്ടീസാ. നമ്മുടെ ഹെഡ് മാസ്റ്റർ ജോസഫിനോ? ഒന്നുമില്ല, പാവം. പിന്നെ അത്യാവശ്യത്തിന് പണ്ടം പണയത്തിന് കാശ് കടം കൊടുക്കും. അത് മാത്രം. ദുബായിലുള്ള മകന്റെ കാശ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഭാഗ്യവാൻ. ആ, വല്ലതും വെച്ചുണ്ടാക്കാൻ രാവിലെയും രാത്രി മതി. ഉച്ചയ്ക്ക് ഹോട്ടലുണ്ടല്ലോ. ആരെയാ കിട്ടുക കൃഷ്ണൻകുട്ടി? ചെക്കന്മാരുണ്ട്, ശരിയാക്കാം. പിന്നെ മാഷേ, പഴയ ചങ്ങാതിമാരൊക്കെ മന്ത്രിയോ MLA ആയി തിരുവനന്തപുരത്ത് ഉണ്ടാവുമല്ലോ. ചിലരൊക്കെ ഉണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് കാര്യം സാധിച്ചു കൊടുക്കുന്ന ഒരു ലൈൻ തുടങ്ങിയാലോ മാഷേ? കൊള്ളാം. കൃഷ്ണൻകുട്ടിയുടെ ആലോചന കൊള്ളാം. ഞാൻ ഒരു ബിസിനസിനും കൊള്ളില്ല. എന്നെ വിട്ടേക്ക്. മാഷേ, ഇത് കയ്യിലിരിക്കട്ടെ. ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. എന്താ? ഈ 15-ന് ഒരു പുതിയ കുറി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും സൈഡ് ബിസിനസ് വേണ്ട മാഷേ. വലിയ എമ്പുതിരിയാണ്. ഞാൻ അങ്ങോട്ട് വന്ന് കാണാൻ നിൽക്കായിരുന്നു. വഴക്കുണ്ട്. 99 വെള്ളപ്പൊക്കത്തിന് മുമ്പുണ്ടാക്കിയതാ. വലിയ ഉപകാരം. പഴയ കുട്ടിയറയില് അത്യാവശ്യം വെപ്പൊക്കെ ആവാം. നാട്ടിലുള്ളതൊന്നും വേണ്ടാന്നുണ്ട്. അല്ല, അകാലുള്ളവർക്ക് അത് ഇഷ്ടാവില്ല. ഞാൻ ആഹാരം അധികവും പുറത്തുനിന്നാവും. അല്ല, ഒന്നും ഉണ്ടായിട്ടല്ലേ. ഇപ്പൊ നമ്പുകാരും ആരൂട്ടൊക്കെ പെരുമാറാൻ തുടങ്ങിയിരിക്കണു. വാടകയ്ക്കാന്ന് പുറത്ത് പറയണ്ട. അത് കിട്ടുന്നത് വലിയ ഉപകാരം തന്നെയാട്ടോ, സംശയമില്ല. എന്നാലും പണ്ട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ചോളൂ. തിരുമേനിയുടെ മക്കളൊക്കെ? ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, മരിച്ചു. അയാളുടെ മക്കളിപ്പോ 2 ആളുണ്ട്. പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. 2ഉം 10 പാസാ. പണിയൊന്നുമില്ല. മതം മാറാൻ വകുപ്പുള്ള മാതിരി ജാതി മാറാൻ വല്ല വകുപ്പും ഉണ്ടോ ആവോ? പല ഹരിജനോ ഗിരിജനോ ഒക്കെ ആയി മാറാൻ പറ്റിച്ചാൽ 2 ആളെയും കീഴ്പോട്ട് ഇറക്കാം. എന്താ? നിവൃത്തിയില്ലല്ലോ തിരുമേനി. ആ വാ വാ, കയറുക. ആദ്യത്തെ വിരുന്നുകാരൻ ഹരിയാണ്. നിന്നെ വിചാരിച്ചിട്ടാ ഇത് പോക്കറ്റിലിട്ടത്. അമ്മ ഒന്ന് വരാൻ പറഞ്ഞു. കേസും കൂട്ടും ഇഷ്ടമായിട്ടല്ല, പലരും പറഞ്ഞു. അപ്പൊ വക്കീൽ നോട്ടീസ് അയപ്പിച്ചു. ഹരിയുടെ അച്ഛന്റെ വീട്ടുകാരിൽ നിന്നും സഹായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആക്സിഡന്റിന്റെ പേരിൽ ബസ് കമ്പനിക്കാരെന്തോ തന്നു വെച്ച് കണക്ക് ചോദിക്കാൻ വന്നു അളിയന്മാർ 2 പേരും. മരിച്ച ചന്ദ്രശേഖരൻ അവകാശപ്പെട്ടതായി സ്വത്തൊന്നുമില്ല എന്നാണ് എഴുതിയിരിക്കുന്നത് വക്കീല്. വീടും കൃഷിസ്ഥലമെല്ലാം അച്ഛൻ പെൺമക്കൾക്ക് എഴുതി വെച്ചാണത്രേ. സ്വത്ത് മോഹിച്ചിട്ടല്ല, ഹരിമോൻ കഷ്ടപ്പെടാതെ വളരണം, പഠിക്കണം. അതൊക്കെ വിചാരിച്ചപ്പോ കേസ് കൊടുത്താൽ മോന്റെ പേരിൽ എന്തെങ്കിലും നീക്കി വെക്കേണ്ടി വരില്ലേ അവർക്ക്? മാഷം കുറെയൊക്കെ നിയമങ്ങൾ പഠിച്ചല്ലേ. ഇതും കൊണ്ട് കോടതിയിൽ പോയാൽ 5-6 കൊല്ലം ഒരു വക്കീലിന് കോളാവും, അത്ര തന്നെ.
ഹരിയുടെ മകന്റെയോ മകന്റെ മകന്റെയോ കാലത്ത് അനുകൂലമായൊരു വിധി കിട്ടിയേക്കാം ചിലപ്പോ. വീട്ടുടമസ്ഥന്റെയും നാട്ടുകാരുടെയും മുമ്പില് ഞാൻ ഒന്നിനും കുറവില്ലാന്ന് മട്ടിൽ പിടിച്ചു നിൽക്കുകയാണ് മാസ്റ്റർ ഇതുവരെ. ഇല്ലായ്മയും വല്ലായ്മയും പുറത്തു കാട്ടാൻ വയ്യല്ലോ. ജോലി കിട്ടിയില്ലെങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്യണം മാസ്റ്റർ? നോട്ടീസും മറുനോട്ടീസും കൊണ്ട് കാര്യമില്ല. നേരിട്ട് അവരോട് വിഷമതകൾ പറയണം. അവരും മനുഷ്യരല്ലേ. സ്വന്തം ആങ്ങളുടെ കുട്ടിയും ഭാര്യയും കഷ്ടപ്പെടുന്ന അറിയുമ്പോൾ എന്തെങ്കിലും ചെയ്യില്ലേ? പോയി നേരിട്ട് കാര്യം പറയണം, ചോദിച്ചു നോക്കണം. മാഷും കൂടി വന്നെങ്കിൽ പോവാമായിരുന്നു. വരണം, ഒരു ധൈര്യത്തിന്. വിഷമമാവില്ലെങ്കിൽ. ഓ, നീയാണോ? വക്കീൽ നോട്ടീസിന് മറുപടി കിട്ടിയില്ലേ? അയച്ചിരുന്നു. നാനൂറ്റില്ല ഏട്ടത്തിൽ. നോട്ടീസ് അയച്ചാൽ നാനോട്ടം വിറയ്ക്കും നീ വിചാരിച്ചോ? കേസ് കൂടാനുള്ള ശക്തിയൊന്നും എനിക്കില്ല പത്മടത്തി. എന്റെ ഈ കുട്ടിയുടെ സ്ഥിതി നിങ്ങൾക്കൊക്കെ ആലോചിച്ചാൽ അറിയാലോ. ഈ വീട്ടിലേക്ക് ആകെ ഉണ്ടായിരുന്ന ആളൊരുത്തനാ. അവൻ പോയതിന്റെ നഷ്ടം ഞങ്ങൾക്കാ, നിന്നേക്കാളും. എനിക്കൊന്നും തരണ്ട, ഞാൻ എങ്ങനെയെങ്കിലും കഴിഞ്ഞോളാം. അത് ഞങ്ങൾക്കറിയാം. ഈ കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങളുടെ സ്വന്തം അങ്ങയുടെ മോനല്ലേ എന്ന് വിചാരിച്ച് എന്തെങ്കിലും. ചെക്കന്റെ ജാതകപോലെ അത്ര വിശേഷമാ. തന്തയുടെ തലവരസ് കണ്ടില്ലേ? ഓരോന്നിന്റെ തലയിൽ എഴുതിയത് അങ്ങനെയാവും. അതിന് ബാക്കിയുള്ളവർ എന്ത് ചെയ്യാനാ? ഇവള് നമ്മളെ കോടതി കയറ്റാൻ പോവല്ലേ? അതല്ലേ കാണേണ്ടത്. ഇവിടുത്തെ ആണുങ്ങൾ ഒരു ഏഴോത്ത് കിട്ടുമ്പോഴേക്ക് വരയ്ക്കണ അമ്പാടപ്പന്നന്മാരാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. നോക്കൂ, നിങ്ങൾ സാമാന്യ മനുഷ്യരുടെ നിയമം അനുസരിച്ച് നിങ്ങളാരാ? ഒരു മാഷാണ്, ഇവരുടെ സഹായത്തിന് വന്നതാണ്. നിനക്ക് സഹായത്തിന് 100 ആളുണ്ടാവും. പിന്നെന്താ? നിനക്ക് ചെറുപ്പമല്ലേ, വേറെ ആളെ കിട്ടാൻ എന്താ പ്രയാസം? ഇറങ്ങാൻ സാർ, വാ. ഞങ്ങള് കാര്യം പറഞ്ഞതേ ഉള്ളൂ. നിനക്ക് കുട്ടിക്ക് വല്ലതും കൊടുത്തിട്ട് വാ. വാ. കുട്ടികളെ വിഷം കൊടുത്തു കൊല്ലാൻ അമ്പാടി നടക്കുന്ന ശൂർപ്പണകയില്ലേ ചിത്രപുസ്തകത്തില്? അതേ മുഖര ആയമ്മയ്ക്ക്. വേഗം നടക്ക്. ഞാൻ ഭാസ്കരൻ, ഇവിടെ സ്റ്റേറ്റ് ബാങ്കിൽ. മനസ്സിലായി, പരിചയപ്പെട്ടിട്ടില്ല, എന്നാലും അറിയാം. ഞാൻ UC കോളേജ് പഠിക്കുമ്പോൾ അവിടെ വന്നിട്ടുണ്ട്, ഒരു സ്റ്റുഡൻസ് റാലി പ്രസംഗിക്കാൻ. മാനം മര്യാദയ്ക്ക് പിള്ളേർ പഠിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കയറി കുഴപ്പമുണ്ടാക്കലായിരുന്നല്ലോ അന്ന് തൊഴില്. വരൂ, വീട്ടിൽ കയറാം. അതാണ്. അറിയാം, അപ്പുറത്തിന്റെ ഒരു പഴയ സ്റ്റുഡന്റാ സുനന്ദ. മോനെ ഞാൻ കണ്ടിട്ടുണ്ട്. വരൂ. ഞാൻ മാളുക്കുട്ടിയമ്മയുടെ വീട്ടിൽ പോയി ഒരു ഫോൺ ചെയ്യാൻ. നമുക്ക് ഇവിടെ ഒരു ഫോൺ വെച്ചൂടെ? ആ, വെക്കാം. ചായ ഇപ്പൊ വേണ്ടിയിരുന്നില്ല. സൈക്കിൾ എന്റെ കൈക്രിയാണ്. വൈഫ് ഇപ്പൊ വന്നേ ഉള്ളൂ. കണ്ടു. രാഷ്ട്രീയം കംപ്ലീറ്റ് ആയി വിട്ടോ? ആ, അഭിപ്രായങ്ങളുണ്ട്, പ്രവർത്തനമില്ല. ഒരിക്കൽ അസംബ്ലിയിലേക്ക് നിൽക്കുന്നു എന്നൊക്കെ കേട്ടിരുന്നല്ലോ. ഓ, വെറുതെ. അസംബ്ലിയിലേക്ക് പറ്റിയ ഭാഷയൊക്കെ കയ്യിലുണ്ട്. പഠിച്ച തെറികളൊന്നും മറക്കില്ലല്ലോ. പക്ഷേ തൊലിയുടെ കട്ടി ഇത് പോരാ, വേണ്ടെന്ന് വെച്ചു. ജയൻ, ജയൻ, എവിടെ പോയി ഈ കുട്ടി? ഇവിടെ വരാൻ. ഇവിടെ ചെറിയ കുട്ടികളെ അയക്കാൻ ഒരു നഴ്സറി ഇല്ല. കിൻഡർ ഗാർഡൻ ടൈപ്പ് സ്കൂൾ തുടങ്ങാൻ ഗവൺമെന്റ് പെർമിഷൻ വേണം. ഹേയ്, അത് ടൗണിലൊക്കെ വലിയ ബിസിനസ് അല്ലേ ഇപ്പോ? എന്താ ഫീസ്? വീട്ടിൽ പിള്ളേരുടെ ശല്യം ഒഴിവാക്കാൻ സ്വല്പം ചെലവായാലും സഹിക്കും. അത് മാത്രമല്ല, പിള്ളേര് മമ്മി ഡാഡി എന്നൊക്കെ വിളിക്കുമ്പോ ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്ത തന്തയ്ക്കും തള്ളയ്ക്കും ത്രില്ല്. മുറി ഇംഗ്ലീഷ് കേൾക്കുമ്പോ മുത്തശ്ശനും മുത്തശ്ശിക്കും അതിലേറെ ത്രില്ല്. ഇവിടെ ഞങ്ങളുടെ മകനൊരു പ്രോബ്ലം ആയിരിക്കാണ്. നല്ല ജോലിക്കാരില്ല, വൈഫ് ആകെ വറീഡാണ്. ധാരാളം വായിക്കുമല്ലേ? വേറെ എന്ത് ചെയ്യാൻ? നിൽക്കൂ, നോക്കൂ വിജയം, ഞാൻ വൈഫിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലല്ലോ.
സൗകര്യമില്ല. പിന്നല്ലാതെ അവള് ബാത്റൂമിലാണ്. ഇനിയും കാണാമല്ലോ. അപ്പൊ കാണാം. ബാങ്കിലെ അറ്റൻഡർ ഒരു ജോലിക്കാരിയെ കൊണ്ടുവരും നാളെ. എല്ലാ പണിയും ചെയ്യും. എത്ര ദിവസത്തേക്കാണാവും? സ്വല്പം മനുഷ്യപ്പറ്റോടുകൂടി പെരുമാറുക, പിന്നെ ആവശ്യത്തിന് മാത്രം സഹായിക്കുക. എന്നാ സ്ഥിരമായി നിൽക്കും ആരും. അപ്പോ എന്റെ കുറ്റം കൊണ്ടാണ് ജോലിക്കാരിയിൽ നിൽക്കാത്തതെന്നാണ് അർത്ഥം. എന്തോ രണ്ടുപേർ വന്നത് കണ്ടു, പിന്നെ പോയെന്നും പറഞ്ഞു. കാരണം ഞാൻ ചോദിച്ചില്ലല്ലോ. ഒരു സാമാന്യ തത്വം പറഞ്ഞതാണ്. അല്ല, അതും പറഞ്ഞോളൂ. എന്റെ കുറ്റം തന്നെ. എന്നെ കുറ്റപ്പെടുത്താത്ത ഒറ്റ ദിവസം ഉണ്ടായിട്ടുണ്ട് ഈ 6 കൊല്ലത്തിനിടയ്ക്ക്. സാരല്ല, ഞാൻ എല്ലാം പേറിക്കോളാം. പക്ഷെ ജയക്കുട്ടിന്റെ കാര്യം ഓർക്കുമ്പോഴാണ് വിഷമം. അവന് ഊട്ടിയിലോ ഏർക്കാട്ടിലോ ആക്കിക്കൂടെന്ന് ചോദിച്ചു അമ്മ. കുഴപ്പമില്ല, നല്ലത്. ഊട്ടിയിലോ ഏർക്കാട്ടിലോ പഠിപ്പിക്കാൻ മാസം 1000-1500 രൂപ വരും. എനിക്കറിയാം. അതിന്റെ അമ്മ അയച്ചു തരൂ. ജഡ്ജിയമ്മ തരൂ. പരിചയമില്ലാത്തവർക്ക് നാട്ടിൻപുറം ആദ്യം കുറെ ബോറായി തോന്നും, പിന്നെ ശരിയാവും. മറ്റ് സ്ത്രീകളുമായി കുറെ അടുത്ത് മൂവ് ചെയ്ത് നോക്കണം. പഠിപ്പും സൗകര്യമുള്ള പലരും ഉണ്ടല്ലോ. നിങ്ങൾ കുറെ പേർ ചേർന്ന് എന്തെങ്കിലും ആക്ടിവിറ്റീസ് നടത്തണം. ഇവിടെ എന്തൊക്കെ ചെയ്യാം? വിജയം സ്വല്പം ഇനിഷ്യേറ്റീവ് എടുക്കണം. കോളേജിലൊക്കെ ആക്റ്റീവ് ആയിരുന്നില്ലേ? ഒരു കമ്മിറ്റി ഉണ്ടാക്കി നല്ലൊരു ഇംഗ്ലീഷ് മീഡിയം നഴ്സറി തുടങ്ങാം. ജയക്കുട്ടിന് പഠിക്കാൻ വേറെയും കുട്ടികളില്ലേ? എന്താ കുഴപ്പം? ഏയ് ഒന്നുമില്ല. ആരുടെങ്കിലും കയ്യോ കാലോ പിടിച്ച് ആളും മനുഷ്യരുള്ള വല്ല സ്ഥലത്തേക്ക് ഒരു മാറ്റം വാങ്ങോ. എനിക്ക് വേറൊന്നും വേണ്ട. വയ്യ. ആരുടെയും കൈയും കാലും പിടിക്കാതെ കഴിയണമെന്ന് ആഗ്രഹം. വളരെ കഷ്ടപ്പെട്ട് പഠിച്ച കാലത്തും ആരുടെയും കൈയും കാലും പിടിച്ചിട്ടില്ല. ടെസ്റ്റ് എഴുതി കിട്ടി. വേണ്ട, തുടങ്ങണ്ട പുരാണം പറയാൻ. അല്ല, നീ കേൾക്കണം. വലിയ വീട്ടിൽ നിന്ന് ഒരു പെണ്ണെ കിട്ടാനും ഞാൻ കാല് പിടിച്ചിട്ടില്ല. അത് മനസ്സിലാക്കണം. ഡിസ്ട്രിക്ട് ജഡ്ജിയുടെ ദല്ലാളന്മാർ വന്ന് എന്റെ കാല് പിടിക്കുകയും ചെയ്തത്. എന്റെ അച്ഛൻ ഇത് കേട്ടാൽ അച്ഛന്റെ മുമ്പില് നിങ്ങളുടെ വീട്ടുകാർ വരുമ്പോ വിറയ്ക്കും. അവര് വരില്ലല്ലോ. തൂക്കാൻ അധികാരമുള്ള ആളാവുമ്പോൾ കള്ളന്മാരും പുള്ളികളും അല്ലേ വിറക്കേണ്ട കാര്യമുള്ളൂ. എന്റെ കഴുത്തിലും പുള്ളി ഒരു കയറിട്ടതായിരുന്നു എന്ന് മനസ്സിലാവാൻ സ്വല്പം വൈകി. ചോലക്കര 35, എറണാകുളം 34005. അർജന്റ്. ശരി. 10:30 അച്ഛൻ കോടതിയിലേക്ക് പോകും. ഇല്ലെങ്കിൽ അമ്മയോട് സംസാരിക്കാലോ. ചായ കുടിക്കൂ, അത് തണുക്കണ്ട. എന്തിനാ ഇതൊക്കെ? എല്ലാം വെവ്വേറെ പൊതിഞ്ഞ് അങ്ങോട്ട് കൊടുത്തേക്കണം. മോന് വെറുതെ ഇരിക്കുമ്പോ തിന്നാലോ. ഇങ്ങോട്ട് കൂട്ടായിരുന്നു. വിളിച്ചാ വരണ്ടേ? അടുത്ത വീട്ടിലൊരു കുട്ടിയില്ലേ, അവന്റെ പിന്നിൽ മാറി നിന്ന് നേരമില്ല. ആ ചെക്കൻ മഹാവികൃതിയാ. അല്ല, ഒറ്റയ്ക്ക് ആ പെണ്ണൊരുത്തി എന്തിനാ അവിടെ താമസിക്കണേ? മനസ്സിലാവുന്നില്ല. ലോഗ്യം കൂടാ വേലിക്കൽ വന്ന് നിൽക്കും. ഞാനിതുവരെ അങ്ങോട്ട് പോയിട്ടുമില്ല, വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുമില്ല. ചെലവിന് എവിടുന്നാ പണം? വീട്ടിൽ അത്രയ്ക്കൊക്കെ ഉണ്ടാവുമോ? പണം ഉണ്ടായാലും വാടകയ്ക്ക് വീടെടുത്ത് ഇവിടെ താമസിക്കാൻ ഇതെന്താ വല്ല സുഖവാസ സ്ഥലമാണോ? ചിലപ്പോഴേ വല്ലവന്റെയും കൂടെ ഓടിപ്പോയതാവും. മരിച്ചപ്പോ എങ്ങടും പോവാൻ വയ്യ. അങ്ങനെ ആവാലോ. എന്തോ ചമഞ്ഞു മുറ്റത്തും പടിക്കലൊക്കെ നിൽക്കണ കാണാറുണ്ട്. ഞാനൊരു 2 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. ഭർത്താവ് മരിച്ചതാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് അതിശയം തോന്നി. തൊട്ടിരിക്കുന്നു, കണ്ണെഴുതിയിട്ടുണ്ട്. ഭർത്താവ് ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നല്ലേ ഉള്ളൂ. ആവോ. വാടക ശരിക്ക് തരുന്നില്ലേ? അതൊരു ദിവസം തെറ്റില്ല. പിന്നെ കുട്ടിക്കൊക്കെ ചെറുപ്പാ, കള്ളത്തിനറിയില്ല. വീട്ടിലുള്ള ആളോട് കണ്ണും കലാശവും കാട്ടുന്നുണ്ടോ സൂക്ഷിക്കണം. അതിനും മടിക്കില്ല. സ്വഭാവം മോശമാണെന്ന് എനിക്ക് ദൃഷ്ടാന്തമുണ്ട്. അമ്മൂന്റെ അച്ഛൻ ഉള്ളിയുടെ വാതിൽ പൊളിഞ്ഞൂന്ന് കേട്ട് അത് നോക്കാൻ ചെന്നപ്പോ
ഒരു ദിവസം മക്കളും മക്കളുടെ മക്കളും ഉള്ള ഇവിടത്തെ ആളോട് കുഞ്ചാനും കൊഴയാനും നിന്നു പറയുമ്പോഴോ എന്താ ഇതിന്റെ ഒക്കെ അർത്ഥം? പിന്നെ ആ വഴിക്ക് അമ്മൂന്റെ അച്ഛൻ പോയിട്ടില്ല. പുറത്തൊന്നും പറയണ്ട കേട്ടോ, നീ സൂക്ഷിച്ചാ മതി. ആരാ അത് മാളൂട്ടി? ബാങ്ക് മാനേജറുടെ ഭാര്യ, നമ്മുടെ ചെറിയ വീട്ടിലെ. ആ, അച്ഛൻ ഒറ്റപ്പാലത്തിരിക്കുമ്പോ അറിയാം. ആചാരായിട്ടുള്ള കേസേ അച്ഛൻ ആ വിധി പറഞ്ഞ് മറ്റേ നശൂലങ്ങള് വീട് ഒഴിഞ്ഞില്ലേ? ഹലോ, അതെ, ഓക്കെ. ലൈൻ ഔട്ട് ഓഫ് ഓർഡർ. അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും നോക്കാന്ന്. നാശം. ചായ കഴിക്കൂ. ഹലോ, ഇത് കുട്ടിമാമൻ തന്നതാ. ഇത് വല്യമ്മ വാങ്ങി തന്നതാ. ഇത് ഫോറിനാ. എന്റെ കഴിഞ്ഞ പിറന്നാളിന് അച്ഛൻ തന്നതാ. അമ്മ കാണണ്ട, പെരുക്കി കളയാം. അമ്മ കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയിടാം. സാരില്ല. എടാ, ആര് പറഞ്ഞതാ നിന്നോട് ഇതിനകത്ത് കയറാൻ? എല്ലാം തച്ചോടത്ത് നശിപ്പിക്കാൻ. അരിയല്ല, എന്റെ കൈത്തട്ടി വീണതാ അമ്മേ. നല്ലൊരു സാധനം ബാക്കി വെക്കണ്ട. കണ്ട പെൺപിള്ളേരുടെ കൂടെ